ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാറ്റുണ്ട്. അതിൽ കിതച്ച് എനിക്ക് വയ്യാതായി. കുറേ സൈസ് ഒട്ടങ്ങളുണ്ട് കേട്ടോ. അച്ചുള്ള സൗണ്ട് കേട്ടില്ല. ബഹ്റൈനിലേക്ക് നിങ്ങൾ ട്രിപ്പ് വരുവാണെങ്കിൽ ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ വരുമ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നല്ല സമയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ഇപ്പോഴായിരിക്കും കേട്ടോ. ഇപ്പോൾ വരുന്നുണ്ട് ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹോട്ടൽസ് വന്നിട്ട് ചെറിയ പ്രൈസിക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ റെസ്റ്റോറൻറ്റിലൊക്കെ വലിയ തിരക്കുകളൊന്നും ഉണ്ടാവില്ല. റോഡൊക്കെ ഭയങ്കര ഫ്രീ ആയിരിക്കും. നമുക്ക് യൂബർ ടാക്സി പോലുള്ള ക്യാബുകളൊക്കെ പീക്കില്ലാതെ നമുക്ക് വളരെ സിമ്പിളായിട്ട് ബുക്ക് ചെയ്തിട്ട് പെട്ടെന്ന് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ വരുന്ന ഒരു സമയം എൻജോയ് ചെയ്യാൻ പറ്റും കേട്ടോ. അതെന്തുകൊണ്ടെന്നുള്ളത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം. വെൽക്കം ടു ന്യൂ ബ്ലോഗ്. ലക്ഷക്കണക്കിന് വിദേശികൾ തിങ്ങി പാർക്കുന്നൊരു ഗല്ലി കേട്ടോ. അത് സിറ്റിയോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സിറ്റിയുടെ പുറകുവശത്തിൽ വരുന്നൊരു ഏരിയ കേട്ടോ. ഞാൻ ഈ ഒരു സ്ഥലം കാണിക്കുന്നത് ഇവിടെ ഒരു ദിവസം ആയിരക്കണക്കിന് ആളുകൾ ഈ വഴി കൂടെ നടക്കും. എന്നിട്ട് ഈ സ്ട്രീറ്റിൻ്റെ നീറ്റ്നെസ് ഉണ്ടല്ലോ പക്കാ ക്ലീൻ ആട്ടോ. ഇവിടെ പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ രാവിലെ നേരത്തെ കൊണ്ട് കടകളൊന്നും തുറന്നിട്ടില്ല. കുറച്ചുകൂടെ കഴിയുമ്പോൾ ഇവിടെ നല്ല ബിസി ആയിരിക്കും. ആളുകളിപ്പോൾ രാവിലെ എണീച്ച് ജോലിക്ക് പോകുന്നേ ഉള്ളൂ. ഈ ഒരു സിറ്റിയുടെ നീറ്റ്നെസ് ആണ് നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലൊക്കെ ആണെങ്കിൽ ഈ ഒരു പ്രദേശം എന്ന് പറഞ്ഞാൽ തമ്പാക്കും സിഗരറ്റും കുപ്പിയും ബോട്ടിലൊക്കെ ആയിട്ട് അലമ്പായിരിക്കും. ഇവിടെ കണ്ടില്ല ഈ രാജ്യത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി. മുക്കും മൂലയൊക്കെ ശ്രദ്ധിച്ച് വയ്ക്കാൻ പക്കാ ക്ലീനായിരിക്കും. പിന്നെ ഇവിടെ മറ്റൊരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാണുന്ന ബിൽഡിങ് കേട്ടോ, ഇതിന് ഭൂത് ബിൽഡിംഗ് എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. എന്തിനാണെന്നറിയില്ല. അത് പ്രേതാലയം. ഇവിടെ ഈ ബിൽഡിങ്ങിൽ പ്രേതമുണ്ട്, ആളുകൾ താമസിക്കുന്നില്ല എന്നൊക്കെ ഭയങ്കരമായിട്ട് കള്ളപ്രചരണങ്ങൾ നടത്തുന്നുണ്ട്. പക്ഷേ ഞാൻ ഇത്രയും വർഷത്തിനിടയിൽ അങ്ങനെ ഒരു ന്യൂസ് കേട്ടിട്ടില്ല കേട്ടോ. ഇത് പണ്ടാരോ തട്ടിവിട്ട സംഭവമാണ്. ഈ ബിൽഡിങ്ങിന് ആളില്ലാത്ത ബിൽഡിങ്ങിന് എന്തും പറഞ്ഞുണ്ടാക്കാമെന്ന് വെച്ചിട്ട് അതിൻ്റെ താഴെയൊക്കെ കുറേ റെസ്റ്റോറൻറ്റ്, കട, ഓഫീസും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ബിൽഡിങ്ങിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ഇൻസ്റ്റയിലൊക്കെ റീൽസാക്കി ഇട്ടിട്ട് ആ റീൽസിനൊക്കെ 1 മില്യണൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് മാത്രം കള്ളപ്രചരണത്തിന് വിശ്വസിക്കുന്ന ആളുകളുണ്ട് എന്നാണ്. ഈ ഒരു കഫേ കണ്ടില്ലേ, പേര് ആജി കഫേ. 1950 ഈ ഒരു കഫേ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ. ബഹ്റൈനിൽ വരുന്ന ഒരുവിധം എല്ലാ ബ്ലോഗേഴ്സും ഇവിടെ വന്നിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. ബഹ്റൈനിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ട്രഡീഷണലി ബ്രേക്ക്ഫാസ്റ്റ് കിട്ടുന്ന ഒരു കഫേ കൂടിയാണത്. വളരെ അഫോർഡബിൾ പ്രൈസിൽ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റും. അറബിക് ഫുഡ് ടേസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്പോട്ടാണ്. ഇവരുടെ ചരിത്രം, ഈ 70 വർഷത്തിൻ്റെ ചരിത്രങ്ങൾ ഇവർ ഒരു ചെറിയൊരു മ്യൂസിയം പോലെയുള്ള ലെവലിൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടില്ല കേട്ടോ. ഇവിടെ 2 തരത്തിൽ നമുക്കിരുന്ന് കഴിക്കാൻ പറ്റും, പുറത്തും അകത്തും കേട്ടോ. പക്ഷെ ഇപ്പം നല്ല ഏകദേശം ഒരു 45 ഡിഗ്രി ചൂട് ഉള്ളത് കൊണ്ട് ഞാൻ ഉള്ളിലിരുന്നിട്ട് ഒരു ബിരിയാണി ഒന്ന് ട്രൈ ചെയ്യണം. കാരണം ഇവിടുത്തെ ബ്രേക്ക്ഫാസ്റ്റ് കുറേ ആളുകൾ ബ്ലോഗ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ബഹ്റൈനി ബിരിയാണി എങ്ങനെയുണ്ടെന്നൊന്ന് കഴിച്ച് നോക്കണം. ഈ കാണുന്നത് കണ്ടില്ല, ഇതെല്ലാം എന്താ പറയുക, റോയൽ ഫാമിലി മുതൽ VIPs, നമ്മുടെ റൊണാൾഡിനടക്കം ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചതിൻ്റെ ഫോട്ടോസാണ് ഇവർ ഡിസ്പ്ലേ ചെയ്തത്. സിറ്റിയുടെ നടുവിൽ ചെറിയൊരു ഗല്ലിക്കകത്താട്ടോ ഈ ഒരു കാഫേ. ഇതാണ് ഇതിനകത്തുള്ള ഇൻഡോർ സെക്ഷൻ. ഈ കാണുന്നത് ഔട്ട്ഡോർ. നമ്മുടെ ഫുഡാണ് വന്നുകൊണ്ടിരിക്കുന്നത്. നല്ല രസമുണ്ട് കേട്ടോ. മുകളിൽ ഈത്തപ്പഴത്തിൻ്റെ മരത്തിൻ്റെ ആ ഒരു ഡിസൈനിൽ ആ ഓലയുടെ ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. നീറ്റ് ആൻഡ് ക്ലീന്, നല്ല ഗുഡ് സ്മെല്ല്. ഇതാണ് നമ്മുടെ ബിരിയാണിക്ക് കച്ചപ്പ്, സലാഡ്, മറ്റേ ഈത്തപ്പഴം കൂടെ ഉണ്ട് കേട്ടോ. കോൺസെ ബീഫ് ബിരിയാണി. ഇതാണ് അറബിക് ബീഫ് ബിരിയാണി. ഈ वाला कौन सा चिकन? इसमें मरक क्या? വെജിറ്റബിൾ. ബിരിയാണിക്കൊപ്പം കറിയൊക്കെ വെച്ച് കഴിക്കുമ്പോഴേ നിങ്ങൾ കളിയാക്കലുണ്ടല്ലോ തമിഴ്നാട് ബിരിയാണി. അറബിക് ബിരിയാണിയിലും നമുക്ക് കറിയൊക്കെ വെച്ച് കഴിക്കാം കേട്ടോ. ഇതൊരു വെജിറ്റബിൾ കറി, വെണ്ടയ്ക്കൊക്കെ ഇട്ടിട്ടുള്ള സംഭവമാണ്. പിന്നെ ഒരു വെജിറ്റബിൾ, ഇങ്ങനെ 1-2 ഐറ്റംസ് ഉണ്ട്. ബഹ്റൈനി ഈത്തപ്പഴം സാലഡിനൊപ്പം. ഈ ഒരു ഫുഡ് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, നമ്മൾ പള്ളിയിൽ നോമ്പ് ഓർക്കാനിരിക്കുമ്പോൾ ആദ്യം ഈത്തപ്പഴം കഴിക്കും, എന്നിട്ട് ഇതുപോലത്തെ ഒരു ബിരിയാണി കിട്ടും. അത് കഴിച്ചിട്ടുള്ള ഒരു ഓർമ്മ വരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും ഇവരുടെ ഒരു ട്രഡീഷണൽ ഒതൻറ്റിക് ബിരിയാണി ഒന്ന് കഴിച്ചു നോക്കട്ടെ. ഇതാണ് റൈസ് നമ്മൾ പട്ട, ഗ്രാമ്പ് അതൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കുന്ന ഒരു റൈസിൻ്റെ ഫീൽ കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ പീസ് എന്ന് പറയുന്നത് ഒരു ബിരിയാണിക്കകത്ത് 1, 2, 3 പീസ്, നല്ല ചൂടുള്ള 3 പീസ്. ഇതിൻ്റെ ചാർജ് വരുന്നത് 1 ദിനാറും 200 ഫിൽസും. ഏകദേശം ഇന്ത്യൻ മണിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഒരു 300 രൂപ 350 രൂപേൻ്റെ അടുത്തോളം വരും. വലിയ മസാല ഒന്നുമില്ല, സാധാ മജ്ബൂസ് മന്തി പോലത്തുള്ള ഒരു റൈസ് കേട്ടോ. അതിന് ബിരിയാണി ടൈപ്പിൽ ദമ്മിട്ടെടുത്തിരിക്കണം. ഒരു ഗ്രാമ്പ്, ഏലക്കായൻ്റെ ഒരു ഫ്ലേവറായിട്ടൊരു സ്മെല്ല് വരുന്നുണ്ട്. ബീഫ് നോക്കുകയാണെങ്കിൽ കുഴപ്പമില്ല, മോശമില്ലാത്ത കുക്ക്. ഇത് ഇന്ത്യൻ മസാലയല്ല, നമ്മളെ മട്ടൻ മന്തിയൊക്കെ കഴിക്കില്ലേ ആ ഒരു ഫീൽ ചെയ്ത് തരുന്നുണ്ട് ഈ ബീഫിന് കേട്ടോ. ഒരു ബീഫ് മന്തി അടിക്കുന്ന പോലെ.
വെണ്ടിക്കറിയും ബിരിയാണി. നല്ല കോമ്പിനേഷൻ അല്ലേ. ഇത് വലിയ വലിയ മറ്റേ പരിപ്പുണ്ടല്ലോ, അതൊക്കെ ഇട്ടിട്ടുള്ള ഒരു കറി. ഒരു ഡിഫറെൻറ്റ് ഫീലിംഗ് കേട്ടോ. നമുക്കൊരു നല്ല ദം ബിരിയാണി കഴിച്ചൊരു വൈബൊന്നുമില്ല. ഒരു അറബിക് ഫുഡ് തന്നെയാണ്. ഒരു പ്രത്യേകതരം കറി, വലിയ സ്പൈസൊന്നുമില്ല, നോർമൽ. കുറേ പരിപ്പും വെണ്ടിക്ക, കുറേ മസാല, തക്കാളിയൊക്കെ ഇട്ടിട്ട് കുത്തുന്ന പോലെ ഒരു മസാല, പക്ഷെ എരിവില്ല. നാട്ടിലൊക്കെ കിട്ടുന്ന പോലെയുള്ള കുറേ എണ്ണക്കടികൾ കിട്ടുന്ന ഷോപ്പുകളിവിടെ ഉണ്ട് കേട്ടോ. എൻ്റെ വീഡിയോ കാണുന്ന ആളുകൾക്ക് അറിയാമായിരിക്കും കേട്ടോ, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മൾ ആദ്യം പോകുന്നത് ചായ കുടിക്കില്ല. നമ്മുടെ പഴയ വീഡിയോകളൊക്കെ സ്ഥിരമായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ ഒരു ചായയൊക്കെ വാങ്ങിച്ച് ഞാൻ എല്ലാം കിട്ടും പിടിക്കുകയാണ്. ഇന്നിപ്പോൾ ലീവ് ദിവസം ആയതുകൊണ്ട് തന്നെ റോഡൊക്കെ ഭയങ്കര ഫ്രീയാണ്, ഒരു ട്രാഫിക്കും കാര്യങ്ങളൊന്നുമില്ല. ഗൾഫിലെ എണ്ണപ്പാടെന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ആ കാണുന്ന സ്ഥലം അതാ കേട്ടോ. പിന്നെ ഈ ഒരു സ്ഥലം, ഇതാണ് നമ്മളെല്ലാം പ്രവാസികളാക്കിയിട്ടുള്ള ഒരു സ്ഥലം കേട്ടോ. ഇവിടെയാണ് ഗൾഫ് രാജ്യങ്ങളിൽ ആദ്യത്തെ പെട്രോൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഓഫീസും കാര്യങ്ങളൊക്കെ അവർ ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു മ്യൂസിയം കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്നാണോ ഈ പെട്രോൾ എടുത്ത് എന്നതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ അതിനെക്കുറിച്ചെല്ലാം ഡീറ്റെയിൽ ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. 1931, 32 ആ ഒരു കാലഘട്ടങ്ങളിലാണ് ഇതിൻ്റെ പെട്രോളിയം കണ്ടെത്തിയതും ഇതിൻ്റെ മാനുഫാക്ചറിങ് ഒക്കെ തുടങ്ങിയത് കേട്ടോ. ഇതിൻ്റെ അകത്തേക്ക് ഇപ്പോൾ കയറാൻ പറ്റുന്നില്ല, പക്ഷേ അതിൻ്റെ മുമ്പിലായിട്ട് ഈ പെട്രോൾ കണ്ടെത്തിയ സമയത്ത് അന്ന് ഉപയോഗിച്ചിരുന്ന മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ മിഷനറീസൊക്കെ മുമ്പിലായിട്ട് ചെറുതായിട്ട് ഡിസ്പ്ലേ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം ആ ഒരു പെട്രോൾ കണ്ടെത്തിയ സമയത്ത് ഇവർ ഉപയോഗിച്ചിരുന്ന ഓഫീസ് നടന്നത് ഈ സാധനം കേട്ടോ. അപ്പോൾ ഈ ഒരു ഓഫീസിൽ നിന്നാണ് മറ്റു കാര്യങ്ങളൊക്കെ അവർ കോർഡിനേഷൻ ചെയ്തിട്ടുണ്ടാവാമെന്ന് വിചാരിക്കാം. ഇതൊക്കെയാണ് ആ ഒരു മെഷീനറീസ്. അപ്പോൾ ഇതെന്താ പറയുക, എന്താ പേര് നടന്നതെന്ന് അറിഞ്ഞൂടാ. ഇങ്ങനത്തെ കുറേ മെഷീനറീസ് ഇവിടെ ലൈനായിട്ട് കൊടുത്തിട്ട് ആ നേരെ കാണുന്നില്ലേ, അതുപോലെ കുറേ വെല്ലുകൾ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ. അതിങ്ങനെ എന്താ പറയുക, ചലിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ നിന്നാണ് ഈ ക്രൂഡ് ഓയിൽ വരുന്നത്. പിന്നെ അതിനെ ഫിൽറ്റർ ചെയ്തിട്ട് പെട്രോളായിട്ട് മാറ്റുന്നൊക്കെയാണ് നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളത്. ഇപ്പോൾ തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തുക. ഈ ഒരു ഏരിയ മൊത്തം അങ്ങനെ ആ ഒരു വലിയ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. വേറെ പരിപാടികളൊന്നുമില്ല, ഫുള്ളും എണ്ണപ്പാടങ്ങൾ. ഇവിടെ കുറേ ആളുകൾ വണ്ടി നിർത്തിയിട്ട് ഇതിനൊക്കെ കയറി വരുന്നതുകൊണ്ട് കയറിയത് കേട്ടോ. ഇതൊരു വലിയ പാറക്കെട്ട്, അതിനകത്തേക്ക് ആളുകൾ ഇങ്ങനെ എന്താ പറയുക, ടൂർ വരുന്ന പോലെ ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ ഇതിനകത്തൊക്കെ കയറി കഴിഞ്ഞാൽ പുറത്തു പോകാൻ പറ്റുമോ എന്നറിയില്ല. ഒരു ഇടുങ്ങിയ വഴി, ഒരു സെമി ട്രക്കിങ് വന്ന ഫീലിങ്ങാണ്. ഞാൻ കയറിയ പാട് നല്ലോണം കിതച്ച്, പിന്നെ അവിടെ നിന്ന് പുറത്തിറങ്ങാൻ പറ്റാത്തൊരവസ്ഥയായി പോയി. ആളുകളിവിടെ ഗ്യാസ് അടുപ്പും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇതല്ലേ ഫുഡൊക്കെ ഉണ്ടാക്കി ചില്ലായിട്ട് പോകാൻ വേണ്ടി റെഡായിട്ട് വന്നിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ കാലാവസ്ഥ നല്ല ചൂടായതുകൊണ്ട് അത് എത്ര ശതമാനം സെറ്റാവുമെന്ന് അറിയില്ല. തണുപ്പുള്ള സമയത്താണെങ്കിൽ ഓക്കെ സെറ്റാണ്. ആ കാണുന്ന കേട്ടോ ഫുൾ എണ്ണപ്പാടം. ഇപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാറ്റുണ്ട്. അതിൽ കിതച്ച് എനിക്ക് വയ്യാതായി. അതിനകത്ത് പറഞ്ഞ മേലെ കയറിയിട്ട് ആളുകൾ റീൽസ് എടുക്കുന്ന തിരക്കിലാട്ടോ. നടക്കുന്ന വഴിയിലൊക്കെ കണ്ടില്ല, എണ്ണ ഇങ്ങനെ എടുത്തുകൊണ്ട് നിൽക്കുക, അതിൻ്റെ സൗണ്ടപ്പോൾ കേട്ടുകൊടുക്കുന്നു. ഇവിടെ പെട്രോളുണ്ട്, ഗ്യാസും ഉണ്ട് കേട്ടോ. നമ്മൾ വന്ന സമയം കുറേ വൈകി പോയിട്ടോ. കുറേ ഒട്ടകങ്ങൾ കണ്ടില്ലേ, അത് കറങ്ങി അടിച്ച് വന്ന് ലാസ്റ്റ് കൂട്ടിൽ കയറ്റി ഒട്ടകം വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുക. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്നത് കാണുമ്പോൾ പോലെ എന്തോ കഴിക്കാൻ കൊടുക്കാന്ന് വെച്ചിട്ട് വായും പൊളിച്ച് പുറത്തേക്ക് വരിക. കണ്ടില്ലേ, ഇത് വലിയൊരു സൈസ് സാധനം കേട്ടോ. ഇതിൻ്റെ അടുത്തേക്ക് വെടിയാണ്. ഈ ഒരു ഏരിയ മൊത്തം ഒരു ഒട്ടക ഫാമാട്ടോ, ഇങ്ങനെ പരന്ന് കിടക്കുക. പക്ഷെ നമ്മൾ വന്നത് വൈകിപ്പോയത് കൊണ്ട് തന്നെ നമുക്കത് ഡീറ്റെയിൽ ആയിട്ട് ഉൾപ്പെടുത്താൻ പറ്റുന്നില്ല. ഇതിൽ വലിയൊരു ഒട്ടകം, അതിൻ്റെ മക്കളാവുന്ന ചെറുത്. ഇതുള്ള ഈ ഒരു ഷെഡ് മുഴുവൻ ഒട്ടകം കേട്ടോ. വലിയ തിരക്കുകളൊന്നുമില്ല. വീഡിയോയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആളും ബഹളമൊന്നും ഇല്ലാത്തതുകൊണ്ട് വരുന്ന ആളുകൾക്ക് ഇവിടെ നിന്ന് നല്ല രീതിക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. റീൽസ് എടുക്കാനോ ഫോട്ടോസ് എടുക്കാനോ ഈവൻ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാനൊക്കെ ഇവിടെ ഇപ്പോൾ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഇവിടുത്തെ റെസ്റ്റോറൻറ്റുകളിൽ നിന്ന് ഈ കാണുന്ന റെസ്റ്റോറൻറ്റിലൊക്കെ ഫുഡ് കഴിക്കുമ്പോൾ അത്യാവശ്യം നല്ല എക്സ്പെൻസീവ് ആയിരിക്കും കേട്ടോ. അപ്പോൾ പർച്ചേസും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നടക്കും. പിന്നെ ആ കാണുന്ന ഇതുണ്ടല്ലോ, ലോങ്ങിൽ കാണാൻ പറ്റുന്നോ അറിയില്ല, ആ കാണുന്നതൊക്കെ ബോട്ട് ടാക്സിയാണ്. അതിനകത്ത് 2 ദിനാറൊക്കെ കൊടുത്തുമ്പോൾ ബോട്ട് ടാക്സി സർവീസൊക്കെ കിട്ടും. എൻ്റെ നേരെ മുമ്പ് കാണുന്നത് ഒരു H ആകൃതിയിലുള്ള ഹോട്ടൽ, ഇവിടുത്തെ ഒരു 5 സ്റ്റാർ ഹോട്ടലാണ്. അങ്ങനത്തെ കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇവിടുന്ന് പിരിഞ്ഞു പോകാനൊക്കെ പറ്റും. കണ്ടില്ല, റീൽസൊക്കെ എടുത്ത് നിൽക്കുന്ന കുട്ടികൾ, ഇതുപോലെയുള്ള ഫോട്ടോസ് റീൽസിനൊക്കെ പറ്റിയ സ്ഥലമാണ്.